ജമന്തി എല്ലാമായിട്ടുണ്ട്. എന്താണ് അവിടെ എന്തോ ഒരു രഹസ്യം ഉണ്ട് കേട്ടാ. എന്ത് രഹസ്യം? ഇന്ന് ക്ലീറ്റോ ചേട്ടൻ വരുമ്പോഴേ എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒളിപ്പിച്ചു വെച്ചാ കൊണ്ടുവന്നേ. നിനക്ക് എന്തിന്റെ കേടാണ്? എന്തിനാണ് വേറെ ആരെങ്കിലും സ്വകാര്യമായിട്ട് കൊണ്ടുപോയ സാധനം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ കണ്ണു തുറച്ചോണ്ട് നിൽക്കണത്? ഏട്ടാ അതല്ല, അതെന്തോ വേറെ ആരെങ്കിലും ഒന്നും അല്ല. ഏട്ടന്റെ പെങ്ങളുടെ വീടല്ലേ അത്. നമ്മൾ എന്തുണ്ടെങ്കിലും പറയൂലോ. ഇങ്ങോട്ട് വന്നപ്പോഴേ മറച്ചു പിടിച്ചു. ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. അത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. എന്തപ്പോ പറയാൻ പറ്റാത്ത സാധനം? എന്തെങ്കിലും ഉണ്ടാവുന്നു നമുക്കറിയില്ലല്ലോ. ഇപ്പൊ തന്നെ ഏട്ടൻ ഇത് കൊണ്ടുവന്ന പരസ്യമായിട്ടല്ലേ. ഇത് കണ്ട എല്ലാവർക്കും അറിയാം ഇത് പച്ചക്കറിയാണ്. പക്ഷെ ഇത് ഇങ്ങനെ മറച്ചു പിടിച്ചാലോ എന്താന്ന് നമ്മൾ ചോദിക്കൂലേ? അത്രേ ഉള്ളൂ. അതെ, ഒന്നാമത് ആദ്യം നിന്റെ ഈ സ്വഭാവം നിർത്ത്. മറ്റുള്ള ആളുകളുടെ സ്വകാര്യത, അവരെന്തെങ്കിലും സ്വകാര്യമായിട്ട് കൊണ്ടുപോകുന്ന സാധനം അത് എന്താണ് ഏതാണെന്ന് അന്വേഷിക്കാൻ നിൽക്കുന്നത് എന്ത് കാര്യത്തിനാണെന്ന്? അല്ലേ എന്താ നമ്മളോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? എന്തിനു പറയണത്? അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ അവർ പറയും, ഇല്ലാത്താണെങ്കിൽ അവർ പറയൂല, അത്രേ ഉള്ളൂ. പക്ഷെ ക്ലീറ്റോന് എന്തോ ഒരു സംഭവം ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അതെന്താന്നുള്ളതാ. നിനക്ക് വേറെ പണിയില്ല എന്റെ ജമന്തി. ഉണ്ടെന്നുള്ള ചായ എടുത്തേ. നീ ചായ എടുക്കാം. എന്നാലും ഇപ്പൊ അതെന്തായിരിക്കും? എന്താന്ന് അറിയണമല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് നോക്കിയേക്കണേ. അല്ല, എന്നാലും അത് എന്തായിരിക്കും? അവര് സ്വകാര്യമായിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നു പറഞ്ഞേട്ടാ അങ്ങോട്ട് നോക്കിയേക്കണ എന്തിനാ? ഇന്നെങ്കിലും മനസ്സമാധാനത്തോട് കൂടിയിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പൊള്ള മനസ്സമാധാനം പോയി. അപ്പൊ അതല്ലേ ഞാനും ചോദിച്ചത്. കണ്ടതിന്റെ കാര്യത്തിൽ ഇടപെടാൻ പോകണ്ട. ബാ ചായ കുടിക്കാൻ ബാ. കറണ്ട് ഉണ്ടോ അവിടെ? എന്തോ കറണ്ട് ഉണ്ടോ? കറണ്ടില്ലടി. ഉണ്ട്. എന്തേ? ഇവിടെ ഇല്ല. അവിടെ ഇല്ലെങ്കിൽ വേണ്ട. അതെ, നീ ചായക്ക്. അളിയാ ഒന്ന് നോക്കളേ. നോക്കളേ അത്. അപ്പൊ കറണ്ടിന്റെ ആവശ്യം വരുമ്പോ ഞാൻ വേണം. നീ ഭയങ്കര വിവരക്കാരാണല്ലോ. അത് ചെയ്യടോ. എടാ, അളിയതിന്റെ വലിയ ആളല്ലേ, ഒന്ന് നോക്കാൻ പറയടി. എന്ത്? ഒന്ന് വന്ന് ശരിയാക്കി താ. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ചായ ഒന്നും കുടിച്ചില്ല. ചായയൊക്കെ കുടിക്കട്ടെ. ചായ നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാം അളിയാ. ചായ ഇവിടെ നിന്ന് തരാം. എന്താ അറിയാമോ, മൊബൈൽ ചാർജ് ഇല്ല. പ്രസിഡന്റ് വിളിക്കുകയോ? അതായത് ഇന്ത്യൻ പ്രസിഡന്റാ? അളിയാക്കല്ലേ അളിയാ, നമ്മളെ പാർട്ടിയുടെ പ്രസിഡന്റ്. വാളിയ ഒന്നും നോക്കളിയാ. എന്തൊരു കഷ്ടം നോക്ക്. പൊന്നോ, എവന്റെ കാല് താങ്ങ. എന്താണ് പ്രശ്നം? എവിടെയാണ് നോക്കളിയാ? അയ്യോ അളിയാ, സൂക്ഷിച്ച്. കറണ്ട് ഇല്ലാന്ന് പറഞ്ഞ ആവേശമൊന്നും കാണിക്കണ്ട, മെല്ലെ വാ. അല്ല, വേറൊരു കാര്യം, ഇതിന്റെ ബില്ലടച്ചായിരുന്നോ? ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയും. ബില്ല് ഞാൻ കഴിഞ്ഞ ആഴ്ച അടച്ചു. കഴിഞ്ഞ ആഴ്ചയോ? കഴിഞ്ഞ ആഴ്ച അടച്ചടി? അടച്ചടച്ചു. അയ്യോ, അങ്ങനെയൊക്കെ സംഭവിച്ചോ? മെല്ലെ മെല്ലെ വാളിയാ. നീ ഇങ്ങോട്ട് മാറി നിൽക്ക ആദ്യം. അളിയും പോ. ഇത് ഫ്യൂസ് പോയതാ. പോയോ? ഓ, അപ്പൊ ഇത് കെട്ടാൻ വല്ല കമ്പി എന്തെങ്കിലും ഉണ്ടോ? പപ്പടം പൊരിച്ചെടുക്കണ കമ്പി ഉണ്ട്. അത് വല്ല ഈ വയർ, മറ്റേ വയറിലെ ആരോട് പറയുന്നു പോങ്ങ. വയർ എടുക്കളിയാവോ കമ്പി? ഒന്ന് പെട്ടെന്ന് എടുക്ക് തങ്കം. ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ച പണിയല്ലേ, സൂക്ഷിക്കണം. മതി കളിയാ. എനിക്ക് പേടിയാ. പണ്ടേ ഈ ടി വിയുടെ മറ്റേ ആന്റിനെ കുത്താൻ നേരത്തെ എനിക്ക് ഒരു പ്രാവശ്യം കറണ്ട് അടിച്ചിട്ടുണ്ട്. ഇതൊന്നും മിണ്ടാണ്ട നിൽക്കുവോ? അല്ലേ, എന്നെ കറണ്ട് അടിച്ച കാര്യേ ഞാൻ അതെങ്ങനെ ഓർമ്മിച്ചതാ. ഒരു ഫീസ് കേട്ടോ ഇത്ര സമയം വേണോ? നോക്കിക്കോ, കറണ്ട് നോക്ക്. നോക്കിക്കോ നോക്കിക്കോ.
അയ്യോ പോയടാ വന്നായിരുന്നു. പോയാ? ആ മിന്നേ ഉള്ളൂ അപ്പൊ തന്നെ പോയി. കഷ്ടമാണിത്. അയ്യോ അപ്പൊ വേറെന്തോ കംപ്ലൈന്റാ? വേറെ എന്തോ ആളെ കെട്ടിയത് ചിലപ്പോൾ ശരിയായില്ലായിരിക്കും. അതായിരിക്കൂലേ? ഇതെന്താടാ? അതെ അളിയാ. നീ എന്താ എന്നെ കൊല്ലു? എന്റെ സംശയം എന്താണ്, ആ പീസിന്റെ അടിവശത്തൊരു സ്ക്രൂ ഉണ്ട്, അത് ലൂസാണെന്നാണ്. അതേണ്ടത് ഒന്ന് നോക്കി. അത് നോക്കാം, നിനക്കറിയാമെങ്കിൽ നിനക്കങ്ങ് നോക്കിയാ പോരെ. അല്ല അളിയ നോക്കിയാൽ അത് വിട്ടുപോയോന്നൊരു സംശയം. എനിക്കറിയാവുന്ന അത് നോക്കാനാ ഞാൻ വന്നത്. അത് നോക്കട്ടെ, അവിടെ കുഴപ്പമില്ല. ഇനി അകത്തെന്തെങ്കിലും കുഴപ്പമുണ്ടാവും. അല്ല അത് അകത്തുണ്ടല്ലോ അളിയ. അകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്താണ് പ്രശ്നം. ഇതിനകത്ത് എടേ നീ ഇതെന്തോന്നത്? ഇത് എന്റെ വീടല്ലേ, ഇതിനകത്ത് എന്താണ് പ്രശ്നം നോക്കാൻ എനിക്ക് അറിയാവുന്ന. അളിയൻ അറിയാം, പക്ഷേ എങ്കിലും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്വിച്ച് ഇടുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടാവാറുണ്ട്. അതൊന്ന് നോക്കി അളിയ. അല്ല എന്തായിരിക്കും? അവിടെ കുഴപ്പമില്ല, അത് പോയി കിടക്കുവാണ്. അതിനകത്ത് നോക്കളിയ. അത് അയ്യോ, അത് ചെതല് കയറി ചെതല്. അത് അളി ഒന്ന് ഇളക്കി വേണമെങ്കിൽ നോക്കിയോ.